ഗൈസ്, നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോയുടെ താഴെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായി കണ്ണു കോക്ടെയിൽ ട്രൈ ചെയ്യുമെന്നേ. അതിനിപ്പോ എന്താ, നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ ആണ്. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ABCD അറിയില്ല കേട്ടോ. അതുകൊണ്ട് 2-3 വീഡിയോസ് കണ്ട് സക്സസ് ആയ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോ ഷെയർ ചെയ്യാൻ പോകുന്നത്. റെസിപ്പി ഒക്കെ എന്റെ കയ്യിൽ നിന്നാണെങ്കിലും ഇവിടെ ട്രൈ ചെയ്യുന്നത് കുഞ്ഞിപ്പെണ്ണാണ്. കണ്ണൂർ കോക്ടെയിലിനായി 4 ഇടത്തരം ക്യാരറ്റ് ആണ് നമ്മൾ എടുത്തത്. ക്യാരറ്റ് ക്ലീൻ ചെയ്ത് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ക്യാരറ്റ് ഇട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. ക്യാരറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും കേട്ടോ. ഇതാ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വിസിൽ വന്ന് ക്യാരറ്റ് ഒക്കെ ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. ക്യാരറ്റ് കഴിഞ്ഞ അടുത്ത ഊഴം പപ്പായയുടേതാണ് കേട്ടോ. പപ്പായ കാണുന്ന പോലെ ചെറിയ പുള്ളിയൊന്നല്ല കേട്ടോ. ഈ കണ്ണൂർ കോക്ടെയിലിന് പപ്പായക്ക് വലിയൊരു റോളുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ഇത്തിരി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ. ഇത്രയും വലിയ പപ്പായ നമ്മൾ കട്ട് ചെയ്തെങ്കിലും ഇതിൽ നിന്ന് ഒരു ചെറിയ പോർഷനെ നമ്മൾ കണ്ണൂർ കോക്ടെയിലേക്ക് എടുക്കുന്നുള്ളൂ കേട്ടോ. അത്രയും ക്യാരറ്റിന്റെ ഫ്ലേവർ ബാലൻസ് ചെയ്യാൻ ഈ ഒരു ചെറിയ കഷ്ണം പപ്പായ മതി കേട്ടോ. അതാണ് നമ്മുടെ പപ്പായയുടെ മെയിൻ റോൾ. ഇവിടെ ഇത്രയും സീരിയസ് ആയ കാര്യങ്ങൾ നടക്കുമ്പോ അവിടെ ഒരാൾ തീറ്റയും ട്രൈയും ഒക്കെ ഒന്നിച്ചിട്ടാണ് കേട്ടോ നടത്തുന്നത്. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് നല്ല വെന്ത് കുട്ടപ്പനായി കിട്ടിയേ. ഇനി നമുക്ക് പപ്പായും ക്യാരറ്റിനും ഒന്നാക്കണം. ഇതിനായി ഒരു മിക്സി ജാർ എടുത്ത് പപ്പായും ക്യാരറ്റ് അതിലേക്ക് ഇടണം കേട്ടോ. ഇതിലേക്ക് ഒരു പാക്കറ്റ് തണുപ്പിക്കാത്ത പാലും ഒരു പാക്കറ്റ് തണുപ്പിച്ച് കട്ടയാക്കിയ പാലും ആണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഐസ്ക്രീം ആണ് വേണ്ടത്. ഐസ്ക്രീം വാനില ഫ്ലേവർ ആണ് ഞാൻ എടുത്തത്. ഐസ്ക്രീം എത്ര ഇടുന്നോ അത്ര ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഐസ്ക്രീം ഞാൻ ഒട്ടും കുറച്ചില്ലേ, ഒരു 3-4 കപ്പ് ഐസ്ക്രീം തന്നെ നമ്മൾ ആഡ് ചെയ്തു. ഐസ്ക്രീം ആഡ് ചെയ്യുന്ന ആള് ട്രൈ ചെയ്യണ ആളായോണ്ട് ഇനി ഐസ്ക്രീമിനെ കുറിച്ച് ഞാൻ ബാക്കിയൊന്നും പറയണ്ടല്ലോ അല്ലെ. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാവേ. പഞ്ചസാര നമുക്ക് ആവശ്യാനുസരണം ആഡ് ചെയ്യാം കേട്ടോ. പഞ്ചസാര കുറവാണെങ്കിൽ കുറവിട്ടാൽ മതി, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം. അങ്ങനെ സാധന സാമഗ്രികളൊക്കെ ഇട്ട് മിക്സി ജാർ ക്ലോസ് ചെയ്ത് നമുക്കൊന്ന് അടിച്ചെടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടോ. കണ്ണൂർ കോക്ടെയിൽ സെറ്റ് ചെയ്യാനായി ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സും കുറച്ച് മാതള നാരങ്ങയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ഓപ്ഷണൽ ആണ്. ഇത് കാണാനൊരു ഭംഗിക്കും ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് കണ്ണൂർ കോക്ടെയിൽ ഒഴിച്ച് അതിന്റെ മേലെയും കുറച്ച് കോൺഫ്ലെക്സും മാതളനാരും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ സെറ്റായി. ഇത് കാണുന്ന പോലെ തന്നെ സംഭവം അടിപൊളിയാണ്. ഞാൻ ഈ സംഭവം കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ എക്സാക്ട് ടേസ്റ്റ് എനിക്കറിയില്ലേ. എങ്കിലും ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെ. എന്നെ പോലെ ഈ കണ്ണൂർ കോക്ടെയിൽ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.